വെൽക്കം ടു ബിഗ് ഡ്രീംസ്. ബിഗ് ഡ്രീംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു കന്നഡ മൂവിയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സു ഫ്രം സോ. ഇപ്പം ഭയങ്കര ചർച്ചാ വിഷയമാണ് ഈ മൂവി. ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിൽ സുമതി വളവിനെയൊക്കെ കടത്തി വെട്ടി അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ ഇടുന്നുണ്ട്. അപ്പോൾ ഞാനിന്നിപ്പോൾ പോയി കണ്ടു. ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്, അത്രേ ഉള്ളൂ. ഒരു സിമ്പിൾ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു ചെറിയ ഒരു മിത്തിനെ പറ്റി സംസാരിക്കുന്നൊരു കഥ. മിത്തൊന്നും പറയാൻ പറ്റില്ല, അത് നിങ്ങൾ കഥ കണ്ടിട്ട് മനസ്സിലാക്കിയാൽ മതി. കാര്യം അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നില്ല, അത് ഒരു കഥയെ സ്പോയിൽ ചെയ്യുന്ന പോലെ ഇരിക്കും. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ നോക്കുന്നില്ല. ഈ കഥ ഒരു ഗ്രാമത്തിലൊരു 4-5 വീട്ടുകാരുടെ ഇടയിൽ നടക്കുന്ന ഒരു ചെറിയൊരു കഥയാണ്. അപ്പം അതിനെ അങ്ങനെ ഒരു ലെവൽ വെച്ചിട്ട് നിങ്ങൾ കാണാൻ പോകാവുള്ളൂ. അല്ലാതെ ഇതൊരു എന്തൊക്കെയോ സംഭവങ്ങൾ ഇതിനകത്തുണ്ടെന്നുള്ള രീതിയിൽ റിവ്യൂ കേട്ടിട്ട് നിങ്ങൾ പോകാൻ നിൽക്കരുത്. ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആവും നിങ്ങൾ, അല്ലെങ്കിൽ നിരാശയാവും. ഫലം നീ കണ്ടു കഴിയുമ്പോൾ നിരാശരാകും. റൈറ്റ്. അപ്പോൾ വൺ ടൈം വാച്ചിന് ഇത് കൊള്ളാം. ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡബ്ബിങ്ങാണ്. അവർ നല്ലൊരു മെനക്കെട്ട് ഇത് ഡബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാര്യം നല്ല സിങ്കാണ് സൗണ്ട്, നമ്മുടെ സംഭാഷണമായിട്ട് കറക്റ്റാണ്. നമുക്കൊരു കല്ലുകടിയായിട്ട് തോന്നത്തില്ല, അല്ലെങ്കിൽ ഇത് വേറൊരു ലാംഗ്വേജ് വന്നൊരു പടം നമ്മളിപ്പോൾ കാണുക എന്നുള്ളത് നമുക്ക് തോന്നില്ല. ആ രീതിയിൽ അവർ ആ എഫേർട്ട് നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ പടത്തെപ്പറ്റി പറയാനാണെങ്കിൽ ബാക്കിയുള്ളവർ പറയുന്നൊന്നും കേൾക്കരുതെന്നാണ് പറയുന്നത്. ഇതൊരു ചെറിയൊരു പടമാണ്. നമ്മൾ ഈ മറ്റേ മഹേഷിൻ്റെ പ്രതികാരമൊക്കെ കണ്ടിട്ടില്ലേ, ഒരു 2 വീട്ടുകാരുടെ ഇടയിൽ നടക്കുന്നത് അതുപോലെയൊക്കെ തന്നെ ഉള്ളൂ. ഒരു ചെറിയൊരു ത്രെഡ് വെച്ചിട്ട് ഒരു മാന്യമായ വൃത്തിയിൽ ആ പടം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനെ നിങ്ങൾ ഒരുപാട് ഇത് ഭയങ്കര കോമഡിയാണ് അല്ലെങ്കിൽ ഭയങ്കര സംഭവമുള്ള സിനിമയാണെന്ന് നോക്കി പോയി കണ്ടിട്ട് കാര്യമില്ല. അങ്ങനെ അല്ല ഇത്. ഇതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളിതൊരു ചെറിയൊരു സിനിമയാണ്, ഇതിനകത്തൊരു നാട്ടുമ്പുറത്തെ 2-3 കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടി നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കയറിക്കോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വർത്താവും. കാര്യം ഇതിനകത്തെ കോമഡി സീക്വൻസ് ഒക്കെ ഉണ്ട്, കുറച്ച് കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇതിന് മുമ്പും കണ്ടിട്ടുണ്ട്. ഓരോ വീട്ടിലുകളിൽ നടക്കുന്നതൊക്കെ നമ്മൾ കണ്ട് മറ്റേ കാണാത്തതൊന്നും അല്ല ഈ സിനിമയിൽ കാണിക്കുന്നത്. എല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പ്രെഡിക്റ്റബിൾ ആണ് ഈ സിനിമ. ഒന്നാമത്തെ കാര്യം, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെങ്ങോട്ടാണ് പോകുന്നത്, ഇതെവിടെ ചെന്ന് അവസാനിക്കും, ഇതാരുടെ കഥയാണ്. ഇതൊക്കെ ഇതൊരു സിമ്പിൾ സംഭവമാണ്. പിന്നെ ചിലർക്ക് ഈ സിനിമയ്ക്ക് സെറ്റ് ഇട്ടൊന്നും ചിലർ മനസ്സിലായിട്ടില്ല എന്നുള്ളത് എങ്ങനെ പറയുന്നത് മനസ്സിലാവുന്നില്ല. കാര്യം അശ്വന്ത് ഭോഗൊക്കെ മറ്റേ കഴിഞ്ഞ സുമതി വളവിന് പറഞ്ഞായിരുന്നു അതിനകത്ത് മുഴുവൻ കാണിക്കുന്നത് സെറ്റാണ്. അപ്പോൾ ഇതിനകത്ത് പുള്ളിക്ക് സെറ്റ് ഇട്ടത് പുള്ളിക്ക് മനസ്സിലായില്ലയോ എന്തോ നമുക്കറിയില്ല. ഈ പാർഷ്യാലിറ്റി കാണിക്കരുത്. നിങ്ങൾ റിവ്യൂ ആരും ചെയ്തോട്ടെ എന്തും ചെയ്തോട്ടെ, പക്ഷെ അതൊരു സത്യസന്ധമായിരിക്കണം. അല്ലാതെ ഒരു സിനിമയോട് മറ്റേ എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം വെച്ചിട്ട് പെരുമാറുന്ന പോലെയൊക്കെയാണ് എനിക്കിപ്പോൾ ഈ റിവ്യൂ കാണുമ്പോൾ മനസ്സിലാവുന്നത്. സോ ഇത് ഞാൻ പറയുന്നത് മോശം സിനിമയൊന്നുമല്ല, ഇതൊരു ഡീസൻറ്റ് ഫിലിമാണ്. ഒരാൾ എനിക്ക് തോന്നുന്ന ആ ഡയറക്ടറുടെ ഫസ്റ്റ് ഫിലിം എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ പടത്തിനെ പറ്റി എനിക്ക് മോശം അഭിപ്രായമൊന്നുമില്ല. പക്ഷേ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഞാനും ഈ പറഞ്ഞ പോലെ ഒരു റിവ്യൂ കേട്ടിട്ട് തന്നെയാണ് പോയി കണ്ടത്. ഭയങ്കര സംഭവമൊന്നുമല്ല. ഇത് നമ്മൾ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. ഒരു ചെറിയൊരു സബ്ജക്റ്റാണ്. ബഡ്ജറ്റ് ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഏകദേശം 4 കോടിയാണ് അവർ ബഡ്ജറ്റ് ഈ സിനിമയുടെ കാണിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാം ഈ 4 കോടിയുടെ ബഡ്ജറ്റിൽ അപ്പോൾ ഏതൊക്കെയായിരിക്കും സ്ഥലം എന്നുള്ളൂ. എല്ലാം നമ്മൾ ഈ അപ്പുറമുള്ള വീടുകളൊക്കെ ആയിട്ടുള്ള ഒരു കേന്ദ്രീകരിച്ചിട്ട് എടുക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ആ ലെവലിൽ തന്നെ നിങ്ങൾ ആ സിനിമയെ സമീപിക്കാൻ ശ്രമിക്കുക. തിയേറ്ററിൽ പോയി കാണാം, കുഴപ്പമൊന്നുമില്ല, നല്ല സിനിമയാണ്. പക്ഷേ ബ്രഹ്മാണ്ഡ പടം കൂടി കാണരുത്. നന്നായിട്ട് നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരും. അപ്പം തിയേറ്ററിൽ പോയി കാണുക. പടങ്ങൾ വിജയിക്കട്ടെ, സിനിമകളെല്ലാം വിജയിക്കട്ടെ. കാര്യം എല്ലാം വിജയിക്കണം. കാര്യം എല്ലാം ഓരോരുത്തരും പ്രൊഡ്യൂസറും ഈ പറയുന്ന പോലെ എല്ലാവരും ഈ സിനിമ എടുക്കുന്നത് എന്തിനാണ്? അവർക്കും ലാഭം ഉണ്ടാകണം. എല്ലാം സിനിമ ഒരു ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും ലാഭം ഉണ്ടാകാൻ തന്നെയാണ് എടുക്കുന്നത്. അപ്പം സിനിമകളൊക്കെ ഉണ്ടാകട്ടെ, സിനിമകളൊക്കെ നന്നാവട്ടെ. പക്ഷേ നിങ്ങൾ ഈ സിനിമ കാണുമ്പോഴത്തേക്കും വേറൊരാൾ പറയുന്ന ഹൈപ്പ് വെച്ചിട്ട് കാണാൻ നിൽക്കരുത്. ഒരു ചെറിയ സിനിമയാണ്, വളരെ ചെറിയ സിനിമയാണ്. വൺ ടൈം വാച്ചബിളാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.